വിദേശ രാജ്യങ്ങളിൽ പോലെ തന്നെ ലൈസൻസോടുകൂടി കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയൊട്ടാകെ വേശ്യാലയങ്ങൾ ലൈസൻസോടുകൂടി ആരംഭിച്ചാൽ ഇപ്പോൾ നടക്കുന്ന പീഡനങ്ങൾക്കൊരു കുറവുണ്ടാവും. വലിയ തോതിലെങ്കിലും കുറച്ച് ഈ പീഡനങ്ങളുടെ എണ്ണം കുറയാൻ കുറച്ച് സാധ്യതയുണ്ട്. അത് നേരത്തെ ഇവിടെ ഉണ്ട്. അതായത് ബോംബെയിൽ ഗ്രാൻഡ് റോഡ്, കാമാത്തിപുര അല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ചെന്നൈയിലുണ്ടായത് വലിയ വലിയ മെട്രോ നഗരങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെയും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ സാധാരണ ആ രീതിയിൽ ഇതാണെന്ന് വെച്ചാൽ ലൈംഗിക തൊഴിലാളികൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തൊഴിൽ കാറ്റഗറി എന്നുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ ഇവിടത്തെ പീഡന ശ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ നടക്കുന്നതും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്നതാണ്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ലൈസൻസ് ഉള്ളത് എല്ലായിടത്തും കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ പണ്ടൊരിക്കലിനെ സംബന്ധിച്ച് വാദപ്രതിവാദം ഉണ്ടായപ്പോൾ ഒരു മന്ത്രി അന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് പൊട്ടാൻ നിൽക്കുന്ന അഗ്നിപർവ്വതം അത് സുരക്ഷിതമായിട്ട് പൊട്ടിച്ച് അതിൻ്റെ ലാവ എവിടെയെങ്കിലും സുരക്ഷിത സ്ഥലത്തേക്ക് ഒഴുകി പോകുന്നതിൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ അത് ഉപമിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീകളെക്കാൾ കൂടുതൽ ലൈംഗിക ഉത്തേജന വികാരം വരുന്നത് പുരുഷന്മാർക്കാണ്. പുരുഷന്മാർക്ക് അത് അവരുടെ ഹോർമോണിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വരുന്നതെന്നാണ് ശാസ്ത്രകാരന്മാരും അല്ലെങ്കിൽ മറ്റേ സെക്സോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ലൈംഗിക തൊഴിലാളികൾ ലൈസൻസ് കൊടുത്ത് അവർ നല്ലത് തന്നെയാണത്. അതിപ്പോഴും വേറെ വിധത്തിലൊക്കെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ബ്യൂട്ടി പാർലർ, സ്പാ എന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കണില്ല. ഈ സ്പാ എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെ തന്നെ ശരിക്കും മസാജിങ് സെന്റർ, അതായത് ഒളിമറയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലൈസൻസ്ഡ് ആയിട്ട് കേരളത്തിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പീഡനങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അല്ല, പീഡനത്തിന് ശമനം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. കാശ് ഉള്ളവൻ എന്തായാലും അത് പോകും. അവൻ്റെ ലൈംഗിക തൃപ്തി വരുത്താൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ഇടങ്ങൾ തേടി പോകുന്നവരുണ്ട്. ഇല്ലെന്നും പറയുന്നത് സ്വാഭാവികമാണ്, ഉണ്ടാവും, കുറവുണ്ടാവും, അത് ഉറപ്പാണ്. തീർച്ചയായിട്ടും ഈ കൊലപാതകങ്ങളും പിന്നെ ക്രൈമുകളോ ലൈംഗികത എന്ന് പറഞ്ഞ കുറെ ക്രൈമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവായി മാറും എന്നുള്ളതാണ് ചേട്ടൻ്റെ അഭിപ്രായം അല്ലേ? അത് പൂർണ്ണമായിട്ട് ഒഴിവാണെങ്കിൽ ഒരു 90% ഒഴിവാകും. മറ്റേ പിന്നെ ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനോവൈകല്യമുള്ളവരും ഉണ്ട്, ലൈംഗികതയുടെ പേരിൽ മനോവൈകല്യമുള്ളവരും ഉണ്ട്. അങ്ങനെ ഉണ്ട് അതിൻ്റെ. അതായത് കൂടെയുള്ള ആളെ ആക്രമിച്ചിട്ട് ലൈംഗികത ആസ്വദിക്കുന്ന വ്യക്തികളും ഉണ്ട്. അത് മനോവൈകല്യമാണത്, മാനസിക രോഗമായിരിക്കും. മാനസിക രോഗമാണ് അതൊക്കെ. എൻ്റെ നിരീക്ഷണത്തിൽ, എൻ്റെ അറിവിൽ നിന്നല്ല, എൻ്റെ നിരീക്ഷണത്തിൽ അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നുള്ളതാണ്.